എത്ര ധന്യ വിദ്യ കൊണ്ടറിയേ. നിങ്ങൾ വലിയ കലാകുടുംബം. അരിസകന്മാരെ അരങ്ങത്തിറങ്ങിയാലേ കലാഭൂമി കലാപഭൂമിയാകും. എന്ത് വിഷയത്തെ ആസ്പദമാക്കിയാണ് എഴുതി കൂട്ടുന്നത്? നമ്മൾ എഴുതുന്നതാവണം വിഷയം. എന്തോ അപ്പടിയും ഉட்கார்ந்து എഴുതട്ടും, ഡിസ്റ്റർബ് ചെയ്യக்கூடாது. ഹലോ, അങ്ങനെ നമ്മുടെ ഉപ്പം മുളകിൽ ഇന്നൊരു വാശിയേറിയ പോരാട്ടം തന്നെയാണ്. ആര് തമ്മിൽ? നമ്മുടെ ലച്ചുവിന്റെ വീട്ടുകാർ, അതായത് നമ്മുടെ പാറമടക്കുടുംബം മൊത്തത്തില്, പിന്നെ നമ്മുടെ സിദ്ധുവിന്റെ വീട്ടുകാരും നമ്മുടെ ലച്ചുവിന്റെ വീട്ടുകാരും തമ്മിലുള്ള ഒരു കടുത്ത പോരാട്ടം. അതേ കൂട്ടുകാർ, ഇതിൽ ആര് ജയിക്കും എന്നുള്ളതാണ് നമുക്കിനി കാണേണ്ടത്. വേറെ ഒന്നുമല്ല, നമ്മുടെ ലച്ചു ഒരു ദിവസം രാവിലെ തന്നെ ഭയങ്കര പാട്ട്, അത് ഭയങ്കര ക്ലാസിക്കൽ സോങ് ഒക്കെ എടുത്ത് ഇങ്ങനെ കാച്ചി വെക്കുന്നുണ്ട് നമ്മുടെ ലച്ചു. അപ്പൊ ഇത് കേട്ടിട്ട് നമ്മുടെ ഭവാനി അമ്മൂമ്മയും ഏറ്റുപിടിക്കുന്നുണ്ട്. ഭവാനി അമ്മൂമ്മയും അടിപൊളിയായിട്ട് കൂടെ പാടുന്നുണ്ട്. അപ്പൊ നമ്മുടെ സിദ്ധു, ഒരു പാട്ട് കുടുംബം, ഞങ്ങളുടെ കുടുംബത്തിനും ഒരു കുറവൊന്നുമില്ല, ഞങ്ങളുടെ കുടുംബം കവിത എഴുതലും പാട്ടൊക്കെ തന്നെയാണ് ഞങ്ങൾക്കും ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സിദ്ധു ഏറ്റുപിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇപ്പൊ തന്നെ ഒരു കവിത ഇത് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് നമ്മുടെ സിദ്ധു നമ്മുടെ മാവിൻ ചോട്ടിലോട്ട് ബുക്കും പേരൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. എന്നിട്ട് അവിടെ ഇരുന്ന് ഏകാന്തതയിലോട്ട് നോക്കി നിശബ്ദതയിൽ ഇങ്ങനെ നമ്മുടെ സിദ്ധു എഴുതിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ കാഴ്ച നമ്മുടെ കേശു നമ്മുടെ ലച്ചുവിനെ കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ട്. ദൈവമേ, ഇനിയാൾ എന്തൊക്കെ എഴുതി കൂട്ടും എന്ന് നമ്മുടെ ലച്ചു ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് നമ്മുടെ സിദ്ധു വീട്ടിനുള്ളിൽ വന്നിട്ട് കഥ കടച്ചിരിപ്പാണ് കുറച്ച് നേരത്തേക്ക്. അപ്പൊ നമ്മുടെ ലച്ചു കേശു ഇങ്ങനെ മുട്ടുന്നുണ്ട്. സിദ്ധു ഒന്ന് തുറക്ക്, അളിയ പോട്ടെ, നമുക്ക് മത്സരമൊന്നും വേണ്ട, നമുക്ക് ജീവിതമാണ് വലുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മുട്ടുന്നൊക്കെ ഉണ്ട്. നമ്മുടെ സിദ്ധു എന്തെങ്കിലും കയ്യബദ്ധം കാണിക്കാൻ വേണ്ടി കയറിയതാണോ എന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ പിന്നെ നമ്മുടെ സിദ്ധു കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഡോറൊക്കെ തുറന്ന് പുറത്ത് വരികയാണ്. എന്താണ്? നമ്മുടെ എഴുത്തുകാരുടെ പോലെ ജുബയും പാൻറ്റും കണ്ണടയൊക്കെ വെച്ച് നമ്മുടെ തോളത്ത് ഒരു തുണി ബാഗൊക്കെ ഇട്ട് ശരിക്കും ഒരു എഴുത്തുകാരന്റെ പോലെ തിരികെ വരുവാണ്. അപ്പൊ നമ്മുടെ സിദ്ധുവിന്റെ ലുക്ക് കാണുമ്പോൾ തന്നെ നമ്മുടെ കേശുവും ലച്ചും എന്ന് പറഞ്ഞിട്ട് ഒരു അടക്കി ചിരിച്ചിരിക്കുന്നുണ്ട്. എന്തായാലും ആ ഒരു വരവ് നമ്മുടെ സിദ്ധുവിന്റെ ഭയങ്കര കോമഡി ആയിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവേ. കാത്തിരുന്ന് തന്നെ കാണാം. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. ഹിയർ ആം ദി മലയാളി സൈനിങ് ഓഫ്.